നമസ്കാരം. റെയിൻബോ ഓൺലൈൻ അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹു ഫൗണ്ടഡ് സാധുജന പരിപാലന സംഘം? ഹു ഫൗണ്ടഡ് സാധുജന പരിപാലന സംഘം? ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികൾ, ഓപ്ഷൻ ബി സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ സി അയ്യങ്കാളി, ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ. ഹു ഫൗണ്ടഡ് സാധുജന പരിപാലന സംഘം? ദ ആൻസർ ഈസ് ഓപ്ഷൻ സി അയ്യങ്കാളി. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നാഷണൽ പാർട്ടി ഓഫ് ഇന്ത്യ? Which one of the following is not a national party of India? Option A INC, option B CPIM, option C DMK, option D BJP. Which one of the following is not a national party of India? The answer is option C DMK. Next question, the prime reason for the occurrence of season is? The prime reason for the occurrence of seasons is option A rotation of the earth, option B inclination of earth's axis, option C gravitational pull of the sun, option D influence of ocean currents. The prime reason for the occurrence of seasons. The answer is option B inclination of earth's axis. Inclination of earth's axis. അടുത്ത ചോദ്യം, which among the following rivers has its lower course in Tamil Nadu? Which among the following rivers has its lower course in Tamil Nadu? Option A Periyar, option B Kaveri, option C Mahanadi, option D Narmada. A river, its lower course in Tamil Nadu. Option A Periyar, option B Kaveri, option C Mahanadi, option D Narmada. ഉത്തരം ഓപ്ഷൻ ബി കാവേരി. അടുത്ത ചോദ്യം, tenure of a state legislative assembly in India. Tenure of a state legislative assembly in India. Option A 4 years, option B 6 years, option C 7 years, option D 5 years. State legislative assemblyയുടെ കാലാവധി ഇന്ത്യയിലെ? The answer is option D 5 years, 5 വർഷം. അടുത്ത ചോദ്യം, Human Development Index uses the indicators except. Human Development Index uses the indicators except standard of living, education, life expectancy, and D condition of environment. Human Development Index സൂചിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് സൂചിപ്പിക്കാത്തത്? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് സൂചിപ്പിക്കാത്ത കാര്യം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഓപ്ഷൻ ബി എഡ്യൂക്കേഷൻ, ഓപ്ഷൻ സി ലൈഫ് എക്സ്പെക്റ്റൻസി, ഓപ്ഷൻ ഡി കണ്ടീഷൻ ഓഫ് എൻവയോൺമെൻറ്റ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ പെടാത്തത് അത് ഓപ്ഷൻ ഡി കണ്ടീഷൻ ഓഫ് എൻവയോൺമെൻറ്റ് ആണ്. ബാക്കിയുള്ളതെല്ലാം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ ഒരു ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു സൂചകങ്ങളായിട്ട് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെയും എഡ്യൂക്കേഷനും ലൈഫ് എക്സ്പെക്റ്റൻസിയും ഒക്കെ അതിൽ പെട്ടതാണ്. അതിൽ നിന്ന് ഓഡ് വൺ എന്ന് പറയുന്നത് കണ്ടീഷൻ ഓഫ് എൻവയോൺമെൻറ്റ് ആണ്. അടുത്ത ചോദ്യം, അശോക ബിലോങ്സ് ടു ദ ഡൈനാസ്റ്റി ഓഫ്? അശോക, ദ കിങ് അശോക ബിലോങ്സ് ടു ദ ഡൈനാസ്റ്റി ഓഫ്? അശോക രാജാവ് ഉൾപ്പെടുന്ന രാജവംശം ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ഗുപ്ത, ഓപ്ഷൻ ബി മൗര്യ, ഓപ്ഷൻ സി കുഷാന, ഓപ്ഷൻ ഡി ശതവാഹനാസ്. അതിൽ ഉത്തരം ഓപ്ഷൻ ബി മൗര്യാസ് ആണ്. അശോകൻ മൗര്യ രാജവംശത്തിലെ രാജാവാണ്. അടുത്ത ചോദ്യം, the problem of absenteeism can be tackled in a better way through. The problem of absenteeism
ആബ്സെൻറ്റീസം എന്നുള്ള പ്രോബ്ലം ക്യാൻ ബി ടാക്കിൾ ഇൻ എ ബെറ്റർ വേ ത്രൂ. ഏതിലൂടെ നമുക്കതിനെ മാറ്റിയെടുക്കാം? ആബ്സെൻറ്റീസം എന്നുള്ളത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം? ഓപ്ഷൻ എ, ബൈ ഡെവലപ്പിംഗ് എ സെൻസ് ഓഫ് ഡിസിപ്ലിൻ, ബൈ സിമ്പതി ഓഫ് എ ടീച്ചർ or motivation of the student and makes learning easy. And which is the correct option? Option A, by developing sense of discipline, or option B, sympathy of teachers, option C, motivation of the students, option D, makes learning easy. The problem of absenteeism എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാം, അത് മാറ്റിയെടുക്കാനായിട്ട് കുട്ടിയെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം, കുട്ടിയിലെ പരിവർത്തനം, ഈ ആബ്സെൻറ്റീസം എന്നുള്ളത് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത്. ഓപ്ഷൻ സി, മോട്ടിവേഷൻ ഓഫ് ദി സ്റ്റുഡൻസ്, കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഓപ്ഷൻ. കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ദി പീപ്പിൾസ് ഡ്രോ ആക്യുറേറ്റ് ആൻഡ് നീറ്റ് ഡയഗ്രാം ഷോയിങ് ദ സോളാർ സിസ്റ്റം ആൻഡ് ദ occurrence ഓഫ് സോളാർ. Identify the instructional objective of given illustration. The pupils draw accurate and neat diagram showing the solar system and the occurrence of solar. Identify the instructional objective of given illustration. Option A, attitude. Option B, knowledge. Option C, understanding. Option D, skill. Pupils draw accurate and neat diagram ഷോയിങ് ദ സോളാർ സിസ്റ്റം ആൻഡ് ദ ഒക്കറൻസ് ഓഫ് സോളാർ. ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ, ഈ ഒരു ഇൻസ്ട്രക്ഷണൽ മെത്തേഡിൻ്റെ ഇലസ്ട്രേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളതാണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, സ്കില്ലാണ്. അടുത്ത ചോദ്യം, അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ യൂസ് ഓഫ് എ പ്രൊജക്റ്റ് മെത്തേഡ്. ഒരു പ്രൊജക്റ്റ് മെത്തേഡിൽ ഉൾപ്പെടുന്ന ഘട്ടങ്ങളെ, സ്റ്റെപ്സിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്നുള്ളത്. അതിൻ്റെ കറക്റ്റ് ഓർഡർ ഓഫ് എ പ്രൊജക്റ്റ്. Option A, providing a situation, planning of the project, execution of the project, evaluation of the project. The correct order ഏതാണെന്ന്, ഒരു പ്രൊജക്റ്റ് മെത്തേഡിൻ്റെ കറക്റ്റ് ഓർഡർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്, ഫസ്റ്റ് പ്രൊവൈഡിങ് എ സിറ്റുവേഷൻ, സെക്കൻഡ് പ്ലാനിങ് ഓഫ് ദ project and execution of the project and evaluation of the project. Firstly, providing a situation. First step of a project method is providing a situation. Second step, planning of the project. Third step, execution of the project. And the final step, evaluation of the project. അടുത്ത ചോദ്യം, scope of social sciences. Option A, study of human relationship. Option B, study of emotional development. Option C, study of authoritarian teaching. And option D, study of repetition. Scope of social science. സോഷ്യൽ സയൻസിൻ്റെ സ്കോപ്പ് എന്താണ്? സോഷ്യൽ സയൻസ് എന്നുള്ള സബ്ജക്റ്റ് ഊന്നൽ കൊടുക്കുന്നത് അത് ഏത് മേഖലയിലാണത് അതിന് കൂടുതൽ സ്കോപ്പ് ഉള്ളത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ, സ്റ്റഡി ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ഓപ്ഷൻ ബി, സ്റ്റഡി ഓഫ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്. ഓപ്ഷൻ സി, സ്റ്റഡി ഓഫ് അതോറിറ്റേറിയൻ ടീച്ചിങ്. ഓപ്ഷൻ ഡി, സ്റ്റഡി ഓഫ് റിപ്പറ്റീഷൻ. The answer is option A, study of human relationship. അടുത്ത ചോദ്യം, എ ടീച്ചർ. ഒരു ടീച്ചർ, ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ എന്ന് പറയുന്നത് ആരാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ, ഷുഡ് കമാൻഡ് ഓവർ ഹിസ് pupils. ഓപ്ഷൻ ബി, ഷുഡ് ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഓപ്ഷൻ സി, ഷുഡ് പണിഷ് ദ ലേസി pupils. ആൻഡ് ഓപ്ഷൻ ഡി, ഷുഡ് നോട്ട് ഗിവ് മോട്ടിവേഷൻ. ആൻഡ് ടീച്ചർ ഷുഡ് ബി എന്തായിരിക്കണം, അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ, ഷുഡ് കമാൻഡ് ഓവർ ഹിസ് pupils, ഷുഡ് ഹാവ് കോമൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഷുഡ് പണിഷ് ദ ലേസി pupils, ആൻഡ് ഷുഡ് നോട്ട് ഗിവ് മോട്ടിവേഷൻ. The answer is option B, should have good communication skills. അടുത്ത ചോദ്യം, the main aim of teaching social science in the secondary stage is. എന്താണ് സെക്കൻഡറി സ്റ്റേജിലെ സോഷ്യൽ സയൻസ് പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് അധ്യാപനത്തിൻ്റെ സെക്കൻഡറി ലെവലിലുള്ള സോഷ്യൽ സയൻസ് അധ്യാപനത്തിൻ്റെ എയിം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്താണ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ടു ക്രിയേറ്റ് ഗ്രൂപ്പ് വർക്ക് സ്കിൽസ്. Option B, to develop competence in work habits. And option C, to develop reasoning power. And
Option D, to develop independent study. The main aim of teaching social science in the secondary stage is to develop reasoning power. കുട്ടികളിൽ റീസണിങ് പവർ ഉപയോഗപ്പെടുത്തുക അല്ലെങ്കിൽ റീസണിങ് പവർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്, ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് സോഷ്യൽ സ്റ്റഡീസിൻ്റെ സെക്കൻഡറി ലെവലിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലം കൺസ്ട്രക്ഷൻ എന്ന സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസിൻ്റെ കരിക്കുലം കൺസ്ട്രക്ഷൻസിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? അതിൽ താഴെ പറയുന്നതിൽ ഏതാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത്. പ്രിൻസിപ്പിൾസ് ഓഫ് ടീച്ചർ സെൻറ്റർഡ്നെസ്. ഓപ്ഷൻ ബി, പ്രിൻസിപ്പിൾസ് ഓഫ് കോൺട്രാഡിക്ഷൻ. ഓപ്ഷൻ സി, പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിറ്റി സെൻറ്റർഡ്നെസ്. ഓപ്ഷൻ ഡി, പ്രിൻസിപ്പിൾ ഓഫ് മോട്ടിവേഷൻ, വിച്ച് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് കരിക്കുലം കൺസ്ട്രക്ഷൻ ആൻഡ് സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസിലെ കരിക്കുലം കൺസ്ട്രക്ഷനിൽ വിടുന്ന ഒരു പ്രിൻസിപ്പിൾ ഏതാണെന്നാണ് എൻ്റെ ആൻസർ. ഓപ്ഷൻ സി, principle of community centeredness, not principle of teacher centeredness. It is principle of community centeredness. Principle of, the answer is principle of community centeredness. അടുത്ത ചോദ്യം, which is the merit of a lecture method? എന്താണ് lecture methodന്റെ merit? Which is a merit of lecture method? Option A, lack of activity. Option B, psychologically unsound. Option C, economically useful. Option D, convenience on the part of the student. Which is a merit of lecture method in the merit എന്ന് പറയുന്നത്? Option C, economically useful. അടുത്ത ചോദ്യം, the method used to framing curriculum and a view of sequential development, sequential utilization and sequential relationship in social sciences. The method used in framing curriculum in view sequential development, sequential utilization and sequential relationship in social science. Social science utilization and sequential relationship, sequential utilization and sequential relationship and sequential development ഇതൊക്കെ ഫ്രെയിം ചെയ്യാൻ കരിക്കുലം വ്യൂ ഈ ഒരു സീക്വൻഷ്യൽ ഡെവലപ്മെൻ്റ് ഒക്കെ കരിക്കുലത്തിൽ ഫ്രെയിം ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ഓപ്ഷൻ എ, യൂണിറ്റ് അപ്രോച്ച്. ഓപ്ഷൻ ബി, ഡിസിപ്ലിനറി അപ്രോച്ച്. ഓപ്ഷൻ സി, ക്രോണോളജിക്കൽ അപ്രോച്ച് ആൻഡ് ഓപ്ഷൻ ഡി, ടോപ്പിക്കൽ അപ്രോച്ച്. ദ ആൻസർ ഈസ് ക്രോണോളജിക്കൽ അപ്രോച്ച്. അടുത്ത ചോദ്യം, ഹു ഡിഫൈൻഡ് എ പ്രൊജക്റ്റ് ഈസ് wholehearted purposeful activity proceeding in a social environment? Who defines a project as wholehearted purposeful activity proceeding in a social environment? ആരാണ് അങ്ങനെ ഡിഫൈൻ ചെയ്തത് പ്രൊജക്റ്റിനെ? ഓപ്ഷൻ എ, ജെ എ സ്റ്റീവൻസൺ. ഓപ്ഷൻ ബി, W.H. കിൽപാട്രിക്. ഓപ്ഷൻ സി, ബല്ലാർഡ്. ഓപ്ഷൻ ഡി, ജോൺ ട്യൂയി. ആരാണ് പ്രൊജക്റ്റിനെ project is a wholehearted purposeful activity proceeding in a social environment എന്ന് ഡിഫൈൻ ചെയ്തത്? ആൻസർ ഈസ് ഓപ്ഷൻ ബി, W.H. കിൽപാട്രിക്. അടുത്ത ചോദ്യം, an authoritarian level teaching is. അതോറിറ്റേറിയൻ ലെവൽ ടീച്ചിങ് എന്താണ് അറിയപ്പെടുന്നത്? അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ടീച്ചിങ് ആണ് അതോറിറ്റേറിയൻ ലെവൽ ഓഫ് ടീച്ചിങ് എന്നുള്ളത്? ഓപ്ഷൻ എ, എക്സ്പീരിയൻസ് ബേസ്ഡ്. ഓപ്ഷൻ ബി, പ്രിൻസിപ്പൽ ബേസ്ഡ് ആൻഡ് ഓപ്ഷൻ സി, ചൈൽഡ് സെൻറ്റേർഡ്. ഓപ്ഷൻ ഡി, ടീച്ചർ സെൻറ്റേർഡ്. ആ വേർഡിൽ നിന്ന് തന്നെ അതോറിറ്റേറിയൻ ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ടീച്ചർ സെൻറ്റേർഡ്. അടുത്ത ചോദ്യം, എസ്സേ ടൈപ്പ് ടെസ്റ്റ് ആർ നോട്ട് റിലയബിൾ ബിക്കോസ്. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് റിലയബിൾ അല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഓപ്ഷൻ എ, their answers are different. Option B, their results are different. Option C, their responding style are different. Option D, their checking is affected by examiner's mood. So, essay type tests are not reliable because the answer is option D, their checking is affected by examiner's mood. Their checking is affected by examiner's mood. അടുത്ത ചോദ്യം, who said that the instructional objectives are best described in terms of the terminal behavior expected from the learners? Who said the instructional objectives are best described in terms of the terminal behavior expected from the learners? ആരാണ് അങ്ങനെ പറഞ്ഞത്? ഓപ്ഷൻ എ, റോബർട്ട് മില്ലർ. ഓപ്ഷൻ ബി, റോബർട്ട് മേജർ. ഓപ്ഷൻ സി, ബെഞ്ചമിൻ ബ്ലൂം ആൻഡ് ഓപ്ഷൻ ഡി, ജോൺ വാട്സൺ.
The answer is option B, Robert Mager. അടുത്ത ചോദ്യം, symposium is a type of, what is a symposium? Symposium is a type of, option A, discovery method, option B, discussion method, option C, lecture method, and option D, demonstration method. Symposium എന്ന് പറയുന്നത് ഏത് മെത്തേഡിൽ പെടുന്നതാണ്? The answer is option B, discussion method. Symposium is a type of discussion method. Next question is the most suitable meaning of learning. Learning എന്ന് പറയുന്നത് എന്താണ്? അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള മീനിങ് എന്താണ് എന്നുള്ളത് താഴെ പറയുന്നവയിൽ. ഓപ്ഷൻ എ, ഇൻകൾക്കേഷൻ ഓഫ് നോളജ്. ഓപ്ഷൻ ബി, പേഴ്സണൽ അഡ്ജസ്റ്റ്മെന്റ്. ഓപ്ഷൻ സി, മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ. ആൻഡ് ഓപ്ഷൻ ഡി, അക്വിസിഷൻ ഓഫ് സ്കിൽസ്. വിച്ച് ഇസ് ദ മോസ്റ്റ് ആക്യുറേറ്റ് ആൻഡ് ആപ്റ്റ് ആയിട്ടുള്ള മീനിങ് ഏതാണ് ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിന്? The answer is option C, modification of behavior. The learning, the meaning, the suitable, most suitable meaning of learning, the word learning is modification of behavior. അടുത്ത ചോദ്യം, if the students do not understand what is taught in the class, the teacher should. If the students do not understand what is taught in the class, the teacher should. കുട്ടിക്ക് ക്ലാസ്സിൽ എടുക്കുന്നത് മനസ്സിലാകുന്നില്ല എങ്കിൽ എന്തായിരിക്കും ടീച്ചർ എടുക്കുന്ന ആക്ഷൻ ഓർ മെത്തേഡ്? ഓപ്ഷൻ എ, റിപ്പീറ്റ് ദ ലെസൺ വൺസ് അഗൈൻ. ഓപ്ഷൻ ബി, പ്രൊസീഡ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. ഓപ്ഷൻ സി, ടീച്ച് ദ ലെസൺ അഗെയിൻ സൈറ്റിംഗ് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. ഓപ്ഷൻ ഡി, ചെക്ക് ദ പ്രീവിയസ് നോളജ് ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ ദ ടോപ്പിക്. എന്താണ് കുട്ടിക്ക് എടുക്കുന്നത് മനസ്സിലാകുന്നില്ല എങ്കിൽ ടീച്ചർ ചെയ്യുന്നത്? The correct answer is option C, teach the lesson again citing suitable examples. കൂടുതൽ എക്സാമ്പിൾസ് കൊടുത്തിട്ട് ആ ഭാഗം ഒന്നുകൂടി പഠിപ്പിക്കുകയാണ് ടീച്ചർ ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, the most significant approach of evaluation. ഇവാലുവേഷനിലെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ആ ഒരു അപ്രോച്ച് ഏതായിരിക്കണം? ഓപ്ഷൻ എ, സെമസ്റ്റർ സിസ്റ്റം ഇവാലുവേഷൻ. ഓപ്ഷൻ ബി, കണ്ടക്ടിങ് ഒബ്ജക്റ്റീവ് ടേം ആൻഡ് എക്സാമിനേഷൻ. And option C, continuous and comprehensive evaluation. Or option D, maintaining cumulative records of students. The most significant approach of evaluation is CCE, അഥവാ continuous and comprehensive evaluation. അടുത്ത ചോദ്യം, Victors stands for. Victors stands for. Option A, versatile ICT EduSat resource for students. Option B, versatile ICT resource for teachers. Option C, versatile ICT enabled resource for students. And option D, versatile ICT resource for subjects. Victors stands for option C, versatile ICT enabled resource for students. Versatile ICT enabled resource for students. അടുത്ത ചോദ്യം, which of the following is not a product of learning? താഴെ പറയുന്നവയിൽ ഏതാണ് ലേണിംഗ് എന്ന പ്രോസസ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് അതിൻ്റെ ഉൽപ്പന്നമായിട്ട് വരാത്തത്? ഓപ്ഷൻ എ, മെച്ചുറേഷൻ. ഓപ്ഷൻ ബി, നോളജ്. ഓപ്ഷൻ സി, ആറ്റിറ്റ്യൂഡ്സ്. ആൻഡ് ഓപ്ഷൻ ഡി, കോൺസെപ്റ്റ്സ്. വിച്ച് ഈസ് നോട്ട് എ പ്രോഡക്റ്റ് ഓഫ് ലേണിംഗ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, മെച്ചുറേഷൻ. അടുത്ത ചോദ്യം, ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കോഗ്നിറ്റീവ് ഡൊമൈൻ വാസ് പ്രസൻറ്റഡ് ബൈ. കോഗ്നിറ്റീവ് ഡൊമൈനിൻ്റെ ക്ലാസിഫിക്കേഷൻ പ്രസൻറ്റ് ചെയ്തത് ആരാണ് കോഗ്നിറ്റീവ് ഡൊമൈനിനെ ക്ലാസിഫൈ ചെയ്തത്? ആൻഡ് ഓപ്ഷൻ എ, സ്കിന്നർ. ഓപ്ഷൻ ബി, കാത്വോൾ. ആൻഡ് ഓപ്ഷൻ സി, ബെഞ്ചമിൻ എസ് ബ്ലൂം. ആൻഡ് ഓപ്ഷൻ ഡി, സിംസൺ. ഹു ക്ലാസിഫൈഡ് കോഗ്നിറ്റീവ് ഡൊമൈൻ or the classification of cognitive domain. Cognitive domain classification present ചെയ്തത് ആരാണ്? ഓപ്ഷൻ സി, ബെഞ്ചമിൻ എസ് ബ്ലൂം. ദാറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ, ബെഞ്ചമിൻ എസ് ബ്ലൂം. കോഗ്നിറ്റീവ് domain, the classification of cognitive domain was presented by Benjamin S. Bloom. അടുത്ത ചോദ്യം, the research which is exploring new facts through the study of the past is called. The research which is exploring few new facts through the study of the past. പാസ്റ്റിനെ പഠിച്ചുകൊണ്ട് പുതിയ ന്യൂ ഫാക്ട്സ് തയ്യാറാക്കുന്ന ആ ഒരു റിസർച്ച് അപ്രോച്ചിന്, ആ ഒരു മെത്തേഡിനെ, റിസർച്ച് മെത്തേഡിനെ പറയുന്ന
പേരെന്താണ്? ഓപ്ഷൻ എ ഫിലോസഫിക്കൽ റിസർച്ച്, ഓപ്ഷൻ ബി ഹിസ്റ്റോറിക്കൽ റിസർച്ച്, ഓപ്ഷൻ സി മിത്തോളജിക്കൽ റിസർച്ച് ആൻഡ് ഓപ്ഷൻ ഡി കണ്ടന്റ് അനാലിസിസ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി ഹിസ്റ്റോറിക്കൽ റിസർച്ച്. അടുത്ത ചോദ്യം, ദ ബെസ്റ്റ് അപ്രോച്ച് ടു മോട്ടിവേറ്റ് സ്റ്റുഡൻസ് ഈസ്. സ്റ്റുഡൻസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് അപ്രോച്ച് ഏതാണ്? ഓപ്ഷൻ എ ഗിവിംഗ് ദം സ്യൂട്ടബിൾ പ്രൈസസ്, ഓപ്ഷൻ ബി പ്രൊവൈഡിംഗ് ദം പ്രോപ്പർ ഗൈഡൻസ്, ഓപ്ഷൻ സി giving examples all the time, and option D delivering speech in class. Which is the most the best approach to motivate students? The answer is option B providing them proper guidance. അടുത്ത ചോദ്യം, which of the following activities can help a social science teacher inculcate social and moral values among the students? ഏതാണ് താഴെ പറയുന്നവയിൽ സോഷ്യൽ സയൻസ് ടീച്ചർ മോറലായിട്ടുള്ള സോഷ്യലായിട്ടുള്ള വാല്യൂസ് കുട്ടികളിൽ നിറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാനായിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ഏതാണ് താഴെ പറയുന്നവയിൽ? ഓപ്ഷൻ എ ഇൻവോൾവിംഗ് സ്റ്റുഡൻസ് ആക്റ്റീവ്ലി ഇൻ സോഷ്യൽ സയൻസ് ക്ലബ് ആക്ടിവിറ്റീസ്, ഓപ്ഷൻ ബി ഷോയിങ് വാല്യൂസ് ബേസ്ഡ് സിനിമാസ്, ഓപ്ഷൻ സി ഡെലിവറിംഗ് ലെക്ചേഴ്സ് ഓൺ വാല്യൂസ്, ഓപ്ഷൻ ഡി ആസ്കിംഗ് മോറൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ദ ആൻസർ ഈസ് ഇൻവോൾവിംഗ് സ്റ്റുഡൻസ് ആക്റ്റീവ്ലി ഇൻ സോഷ്യൽ സയൻസ് ക്ലബ് ആക്ടിവിറ്റീസ്. സോഷ്യൽ സയൻസ് ക്ലബ് ആക്ടിവിറ്റീസിൽ കുട്ടികളെ ആക്റ്റീവായിട്ട് പങ്കെടുപ്പിക്കുക. അടുത്ത ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ഗ്രാഫ് used frequently for the teaching of the topics of social science, mostly of historical interest? Which type of graph is used frequently for the teaching of the topics of social science, mostly of historical interest? ഏത് ടൈപ്പ് ഓഫ് ഗ്രാഫാണ് സോഷ്യൽ സയൻസിന് കൂടുതൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഗ്രാഫ്? ഓപ്ഷൻ എ ബാർ ഗ്രാഫ്, ഓപ്ഷൻ ബി ലൈൻ ഗ്രാഫ്സ്, ആൻഡ് ഓപ്ഷൻ സി പിക്ടോറിയൽ ഗ്രാഫ്സ്, ആൻഡ് ഓപ്ഷൻ ഡി പൈ ഗ്രാഫ്സ്. ഹിസ്റ്റോറിക്കൽ ഇൻട്രസ്റ്റിന് കൂടുതൽ ആ ഒരു പാട്ടിന് കൂടുതൽ ഫോഴ്സ് കൊടുത്തുകൊണ്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ഗ്രാഫ് അല്ലെങ്കിൽ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രാഫ് ഏതാണ്? ഓപ്ഷൻ ബി ലൈൻ ഗ്രാഫ്സ് ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഹിയർ വൺ പ്രൊസീഡ്സ് ഫ്രം പർട്ടിക്കുലർ ടു ജനറൽ ആൻഡ് കോൺക്രീറ്റ് കേസസ് concrete to abstract rule is. Here one proceeds from particular to general and concrete to abstract rule is. അത് ഏത് ടൈപ്പ് ഓഫ് മെത്തേഡിലാണ്, ഏത് മെത്തേഡ് ഓഫ് സ്റ്റഡിയിലാണ് ടീച്ചിങ്ങിലാണ് നമ്മൾ ഈ ഒരു കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്റ്റും അല്ലെങ്കിൽ പർട്ടിക്കുലർ ടു ജനറൽ ആൻഡ് കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്റ്റ് യൂസ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ടീച്ചിങ് മെത്തേഡ് ഏത് ടൈപ്പ് ഓഫ് ടീച്ചിങ് മെത്തേഡാണ് എന്നുള്ളത്? ഓപ്ഷൻ എ സോഴ്സ് മെത്തേഡ്, ഓപ്ഷൻ ബി ഡിഡക്റ്റീവ് മെത്തേഡ്, ആൻഡ് ഓപ്ഷൻ സി ഇൻഡക്റ്റീവ് മെത്തേഡ്, ആൻഡ് ഓപ്ഷൻ ഡി ഡിസ്കവറി മെത്തേഡ്. കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്റ്റ് ആൻഡ് particular to general. The answer is option C inductive method. അടുത്ത ചോദ്യം, which one of the following is appropriate with respect to teacher student relationship? Which one of the following is appropriate with respect to teacher student relationship? Teacher student relationshipനെ കാണിക്കുന്നത്. ഓപ്ഷൻ എ cordial and respectful, option B limited to classroom only, option C very informal and intimate, and option D different. The answer is option A cordial and respectful. Appropriate with respect to teacher student relationship. Okay, discussion method is credited with. അടുത്ത ചോദ്യം, discussion method is credited with option A sociological method, option B a democratic method, option C a fundamental method, option D an experimental method. Discussion method is credited with a democratic method. അടുത്ത ചോദ്യം, which component might be included in a unit plan? യൂണിറ്റ് പ്ലാനിൽ ഉൾപ്പെട്ടിട്ടുള്ള കോമ്പോണന്റ് ഏതാണ്? ഓപ്ഷൻ എ റിഫ്ലക്റ്റീവ് തോട്ട്സ്, ഓപ്ഷൻ ബി പ്യൂപ്പിൾസ് റെസ്പോൺസസ്, ഓപ്ഷൻ സി സ്റ്റുഡൻറ് അസസ്മെന്റ്, option D outline of a unit. Which component might be included in a unit plan? The answer is option D outline of a unit. Which of the following does not include in the cognitive process of revised Bloom's taxonomy? Bloom's taxonomy il pedatha cognitive process edana? Option A apply, option B analyze,
ഓപ്ഷൻ സി ഇവാലുവേറ്റ്, ഓപ്ഷൻ ഡി ജനറേറ്റ്. ദ ആൻസർ ഈസ് അതിൽ പെടാത്തത് ഏതാണ് ബ്ലൂംസ് ടാക്സോണമിയിൽ? ഓപ്ഷൻ ഡി ജനറേറ്റ് എന്നുള്ളതാണ് ആൻസർ. ദ എസൻസ് ഓഫ് ആൻ എഫക്റ്റീവ് ക്ലാസ് റൂം എൻവയോൺമെന്റ് ഈസ്. എഫക്റ്റീവ് ക്ലാസ് റൂം എൻവയോൺമെന്റിന്റെ എസൻസ് എന്ന് പറയുന്നത്, സെൻറ്റർ എന്ന് പറയുന്നത്, ഓപ്ഷൻ എ ലൈവ്ലി സ്റ്റുഡൻറ് ടീച്ചർ ഇന്ററാക്ഷൻ, ഓപ്ഷൻ ബി പിൻ ഡ്രോപ്പ് സൈലൻസ്, ഓപ്ഷൻ സി സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ, option D a variety of teaching aids. The essence of an effective classroom teaching is, or the essence of an effective classroom environment is, the answer is option A lively student teacher interaction. Thank you. Have a nice day. കൂടുതൽ ക്ലാസ്സുകൾക്കും വിവരങ്ങൾക്കും സോഷ്യൽ സ്റ്റഡീസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.